കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബി ഫെസ്റ്റ് നടത്തിയായിരുന്നു SFIയുടെ പ്രതിഷേധം. എന്നാൽ ഈ പ്രതിഷേധ രീതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് MSF. ബി ഫെസ്റ്റ് നടത്തിയല്ല കേരള സ്റ്റോറിക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതായിരുന്നു MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിൻ്റെ പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. നമുക്കൊപ്പം ഇപ്പോൾ CK നജാഫ് തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് MSF എത്താനുള്ള കാരണം? ഇത് പുതിയൊരു നിലപാടല്ല. ഈ വിഷയത്തിൽ സമാനമായ നിലപാട് എല്ലാ കാലത്തും നമുക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് കേരളം ഒന്നടങ്കം ഒരേ മനസ്സോടെ പ്രതികരിക്കാൻ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അതൊരു പക്ഷേ മാർജിനൈസ് ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റേ അല്ല. കേരളം ഒരു മനസ്സോടെ ഇത് പറ്റില്ല, കേരള സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടൊക്കെ കേരളത്തിൻ്റെ മനസ്സല്ല എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ബി ഫെസ്റ്റ് സമയം നടത്തുമ്പോൾ അത് കൃത്യമായി എല്ലാ തരത്തിലും RSSനോടും സംഘപരിവാറിനോടും പോരാട്ടം നടത്തുന്ന ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ മനസ്സും കേന്ദ്രീകരിച്ച് ഈ പോരാട്ടത്തിൻ്റെ കൂടെ നിർത്തുന്നതിൽ തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്ക തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞു. സ്വാഭാവികമാണല്ലോ. അതായത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബീഫിനെ മാറ്റി നിർത്തുന്നവരുണ്ടാവും, അവർ മാംസാഹാരം കഴിക്കാത്തവരുണ്ടാവും, വ്യത്യസ്തമായ ആശയധാരയിൽ നിൽക്കുന്നവരുണ്ടാവും. എന്നാൽ അവരൊക്കെ RSSകാരാണോ? അവർക്ക് RSSൻ്റെ ആശയം പുൽകുന്നവരാണോ? അല്ലല്ലോ. അവരെ കൂടി ഉൾക്കൊള്ളുകയും അവരുടെ ഭാഗം കൂടി ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു പാർട്ടി കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ. സ്വാഭാവികമായിട്ട് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. താങ്കൾ പറയുന്നുണ്ട് ഇതിൽ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. ഇങ്ങനെ ഒരു ബി ഫെസ്റ്റ് നടത്തിയാലൊക്കെ വികാരം വ്രണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് UDFൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് കൃത്യമായി മതേതര വിശ്വാസികൾക്ക് വോട്ട് ചെയ്യുന്നൊരു മേഖലയാണ് പാലക്കാട് അഗ്രഹാരയിലെ സാധാരണക്കാരായ മനുഷ്യർ. അവിടെ കൊണ്ടുപോയി ബി ഫെസ്റ്റ് നടത്താൻ പറ്റുമോ? അത് നൽകുന്ന മെസ്സേജ് എന്താണ്? സ്വാഭാവികമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും അതുപോലെ കമ്മ്യൂണലായി ചിന്തിക്കുന്നവരായ ഇതൊക്കെ അവരുടെ കാഴ്ചയിൽ ഒരേ കാഴ്ചയാണ്. അല്ല, വിശ്വാസികൾക്ക് അവരുടെ സമൂഹത്തിലുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എന്നാൽ അതേസമയം അതിനെ കാണുന്ന സ്വാഭാവികമായി അതിനെ വർഗീയമായി കാണുന്ന മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഇത് രണ്ടും ഒരേ തരത്തിൽ തുലനം ചെയ്ത് കാഴ്ചപ്പാട് കാണാൻ കഴിയില്ല. നമ്മൾ ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ചോദിച്ചു ഒരു ചോദ്യം, ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ ഹിന്ദുക്കളുടെ അവരുടെ കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ വിശ്വാസത്തിനെ ഏതെങ്കിലും രൂപത്തിൽ ഹേർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിം ലീഗ് പാർട്ടിയാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ഈ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളുടെ വിശ്വാസത്തെയോ താല്പര്യത്തെയോ ഹനിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തെ ഹരിക്കപ്പെട്ടാൽ ഒരാളാണെങ്കിൽ പോലും അയാളുടെ അവകാശം പറയണമെന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പ്രതിനിധി എന്ന നിലക്ക് ഒരാളുടെ സെൻറ്റിമെൻസിനെങ്കിലും തൊട്ടാൽ സ്വാഭാവികമായും അത് തെറ്റെന്ന് ബോധ്യമുള്ളൊരു പാർട്ടിയിൽ നിന്നും സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതായത് ഒരു പോളറൈസേഷൻ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്? ഒരു തരത്തിലും അത്തരം സാധ്യമാവുന്ന ഒരു ഘടകത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പോളറൈസേഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്തിനാണ് ബി ഫെസ്റ്റ് ഈ സിനിമ വരികയും ചെയ്യുമ്പോൾ അതിന് മറുപടിയായി നമ്മൾ എന്ത് സമരമാർഗം സ്വീകരിക്കണം അതല്ല ചോദ്യം. സ്വാഭാവികമായി ആ സംവിധായകൻ്റെ നിലപാടിനെതിരെ പറയാം, SFIയുടെ നിലപാടനുസരിച്ചിട്ട് തിയേറ്ററിൽ കയറി കത്തിക്കാം, അല്ലെങ്കിൽ അത് ഇവിടെ സിനിമ പ്രദർശനം ചെയ്യാൻ കഴിയില്ലെന്ന് ഇവിടുത്തെ സർക്കാർ നിലപാടെടുത്ത് അതിനെതിരെ കോടതിയിൽ പോവാം, പോരാട്ടം നടത്താം. ഇതൊന്നും നടത്തുന്നില്ലല്ലോ. ഈ സമാന സാഹചര്യത്തിൽ പോളറൈസേഷൻ മതങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അവർക്കിടയിൽ ബി ഫെസ്റ്റൊക്കെ നടത്തി ഒരു ആഘോഷമാക്കി. ഇത് തന്നെയാണ് ഇവിടെ കേരളത്തിൽ, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടതില്ല. നമ്മൾ പറയേണ്ട ഭാഷ വേറെയാണ്. ആ ഭാഷ നമുക്ക് പറയാം, ഒരുമിച്ച് പറയാം. അത് പറയേണ്ട ഒരു സാഹചര്യത്തെ തല്ലിത്തകർക്കൽ വേണ്ടത്. ഇനിയിപ്പോൾ ഈ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ ആകെ ആരാണ് ഇതിൽ കൂടെ നിൽക്കാൻ പോകുന്നത്? വല്ല ഏതെങ്കിലും ഒരു NDFകാരനോ STPക്കാരനോ അല്ല അതിന് സമാന ചിന്താഗതിക്കാരെ കുറച്ച് ആളുകൾ കൈയടിക്കും. അതിനപ്പുറത്ത് വേറെ ആരും ഇതിൻ്റെ പിറകിൽ പോലും കൈയടിക്കാൻ പോലും ഉണ്ടാവില്ല. ആ ബോധം നമുക്കുണ്ടാവണം. ഇത് നിങ്ങളിപ്പോൾ പറയുന്നു ക്രിയാത്മകമായ ഒരു പ്രതിഷേധമാണ് വേണ്ടതെന്ന്. പക്ഷേ SFI ഇതിനെ വിഭാവനം ചെയ്യുന്നത് ഒരു ക്രിയാത്മക പ്രതിഷേധം എന്ന നിലയിലാണ്. MSF എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമരങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങളെ ക്യാമ്പസുകളിൽ പ്രതികരണങ്ങളുണ്ട്. ഞങ്ങൾ ഈ വിഷയങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതല്ല കേരളമെന്ന് പ്രഖ്യാപിക്കുന്ന വ്യത്യസ്തമായ സമരമാർഗ്ഗങ്ങൾ, അതിനനുസരിച്ചുള്ള സമരമായ പ്രഖ്യാപനങ്ങൾ അതൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അത് ഇന്നത്തെ ക്യാമ്പസുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്നത്തെ ക്യാമ്പസിൽ പോലും പല ക്യാമ്പസുകളുടെയും അവരുടെ മാർച്ചുകളും അവരുടെ പ്രകടനങ്ങളും ആ രൂപത്തിലാണ്. അല്ലാതെ ഈ നടത്തുന്ന ആഭാസം അല്ല വേണ്ടത് എന്ന നിലപാടിൽ നിന്നും ഒരടി പിറകോട്ട് പോകാൻ കഴിയില്ല. MSFൻ്റെ നിലപാടാണ് താങ്കൾ പറയുന്നത്. ലീഗിനും ഇതേ നിലപാട് തന്നെയാണ്? സ്വാഭാവികം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഒരു പ്രകോപനം ഉണ്ടാക്കി ഒരു വിഷയത്തിൽ മതങ്ങൾക്കിടയിൽ ഏതെങ്കിലും രൂപത്തിൽ ചേരിതിരിവോ അല്ലെങ്കിൽ അവർക്കിടയിൽ ആശയ വ്യത്യാസമോ സംഘടനമോ ഉണ്ടാക്കുന്ന ഒരു നടപടിയും ലീഗ് പാർട്ടിയിൽ കൂടെ നിൽക്കാറില്ല. നിങ്ങൾ ഇവിടെ ആരാ പ്രതികരിക്കുന്നത്? നമുക്ക് പരിശോധിച്ച് മനസ്സിലാവുമല്ലോ. തലശ്ശേരി കലാപത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയ CPM, നാദാപുരത്തൊക്കെ സംഘർഷം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും കോപ്പ് കൂട്ടിയ CPM. ആ CPM ആണ് ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ കലാപോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ
പാണക്കാട് തങ്ങൾ പോയിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഓടി നടക്കുന്ന പാരമ്പര്യമുള്ള ഞങ്ങളെ പാർട്ടിയോട് ഇത് പറയാനവർക്ക് അവകാശമില്ല. ഞങ്ങളിത് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ സാഹചര്യം ഒരുക്കും, സമരവുമായി സംവാദവുമായി ഞങ്ങൾ പോവും. എന്നാൽ മതവൈര്യങ്ങൾ ഉണ്ടാക്കുന്ന സാധ്യതയോ അവരെ വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഹിന്ദുക്കളെ കൊണ്ടുപോയി എന്തിനാണ് ഈ CPM അല്ലെങ്കിൽ SFI ഒക്കെ RSSൻ്റെ ആലയിൽ തള്ളുന്നത്? അല്ലല്ലോ, അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ കേരളത്തിൽ ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതായത് ലീഗിന് ഇതേ നിലപാട് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനപ്പുറത്ത് ഞങ്ങളുടെ വർഷങ്ങളായുള്ള കാഴ്ചപ്പാടാണത്. ഇതിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രകോപനം ഉണ്ടാക്കി മതങ്ങൾക്കിടയിൽ വൈര്യമുണ്ടാക്കി അതിനിടയിൽ സാധ്യത തേടുന്ന പാർട്ടിയല്ല നമ്മൾ. നോക്ക്, CPMനെ പരിശോധിച്ചാൽ ഏതെങ്കിലും മതവൈര്യങ്ങൾ പരസ്പരം ഉണ്ടാക്കി അതിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു പാർട്ടി. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. അതിൽ ഒരു എല്ലാ കാലവും സ്വീകരിച്ച നിലപാട് സമാന നിലപാടാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. MSFനകത്ത് രണ്ട് അഭിപ്രായമുണ്ടോ? ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയ ഒക്കെ വഴി വലിയ പ്രചാരണം താങ്കളുടെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു MSFനകത്ത് നിന്നുള്ളവർ പോലും ഉണ്ട് എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വേറൊരു അഭിപ്രായം ഉള്ളവർ MSFനകത്തുണ്ടോ? ഒരിക്കലുമില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ കാഴ്ചപ്പാടാണ് ലീഗിനെന്നും MSFനും തിരിച്ചറിയാൻ പറ്റാത്ത ആരുമില്ല. പ്രതികരിക്കുന്നവരെ നിങ്ങളൊന്ന് ഓടിച്ച് നടത്തിയാൽ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ല STPക്കാരോ അതിനോട് സമാന ചിന്താഗതിക്കാരായ ആളുകളല്ലാത്ത ആളുകളൊന്നും അല്ലെങ്കിൽ നിറം തിരിയാൻ കാത്തിരിക്കുന്ന ചില ആളുകളൊക്കെയാണ് ഉള്ളത്. അവരുടെ അല്ലാത്ത പ്രതികരണമൊന്നും ഇതിനെതിരെ അല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ മതവിശ്വാസികളെ കൊണ്ടുപോയി RSSൻ്റെ ആലയിൽ കെട്ടുന്നതിനെതിരാണ്. എല്ലാ മതവിശ്വാസികളും എല്ലാ ഈ പറയുന്ന ബീഫ് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ ഗോമാംസം ഒഴിവാക്കുന്നതോ ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അത് ഒഴിവാക്കുമ്പോഴും അവരൊക്കെ RSSനെതിരാണ്. ഇന്നും ക്യാമ്പസ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയുന്ന ബൈറ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കേട്ടു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ എന്തിനാണ് അങ്ങനെ ഒരു സമരരീതി? നമുക്ക് വേറെ എന്തൊക്കെ സമരരീതികൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് ഈ രൂപത്തിലുണ്ടാവുമ്പോൾ അത് ശരിക്ക് എന്താണോ RSS ആഗ്രഹിക്കുന്നത് അതേ ഡിവൈഡ് ഇവിടെ ഉണ്ടാകാൻ പോവാണ്. അതുകൊണ്ട് ആ രൂപത്തിലല്ല വേണ്ടത്. ഞങ്ങൾ പറയുന്ന ഭാഷ അതല്ല. കൃത്യമായി നമ്മൾ നടത്തേണ്ടത് നമുക്ക് ബീഫിനോടോ അല്ലെങ്കിൽ ഗോമാംസത്തോടോ അല്ലല്ലോ യുദ്ധം നടത്തുന്നത്. ഇവിടെ ആർക്കെതിരാണ് യുദ്ധം? ഈ സിനിമ ഉണ്ടാക്കിയവർക്കെതിരെ, അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പുതിയ ചർച്ചകൾക്കെതിരെ, അവർക്കെതിരെ അതിന് സമരം നടത്തുക എന്നല്ലാതെ ഒരു ഫെസ്റ്റിവൽ നടത്തി ആ മൂഡ് സൃഷ്ടിക്കുകയാണോ? അത് ആ ആശയം കൈമാറുന്നതിൽ എവിടെയെങ്കിലും അതിൻ്റെ പ്രയാസം ഉണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൃത്യമായി ഓഡിറ്റ് ചെയ്താൽ ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ നോക്കിയാൽ അവരിലുണ്ട് അവരുടെ പ്രയാസങ്ങളുണ്ട്. സമരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറി തെറിച്ചു പോകുമോ എന്ന് ചിന്തിച്ച് പോകുന്ന പാവം തലമുറയിലെ ആളുകൾ പോലും ഉണ്ട്. അവരെ കൂടി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെയല്ല, ബീഫ് കഴിച്ചിട്ടല്ല ഇതിന് പരിഹാരം കാണേണ്ടത്. കഴിച്ചാലും കഴിച്ചില്ലല്ലോ ഒക്കെ RSSനുള്ള യുദ്ധത്തിൽ നമ്മൾ സമാന ചിന്താഗതിക്കാരെന്ന വിശ്വാസത്തെയാണ് ചേർത്ത് വെക്കുന്നത്. പക്ഷേ താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പിന് ഇപ്പോൾ സംഘപരിവാർ സംഘടനയിലുള്ളവരുടെ ഒക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം KP ശശികല ടീച്ചർ തന്നെ താങ്കളുടെ പോസ്റ്റിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. അങ്ങനെയുള്ള പിന്തുണയോടുള്ള താങ്കളുടെ അഭിപ്രായം? അത്തരം പിന്തുണകളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയാണ്. ഒന്ന് ലാഭം ആഗ്രഹിച്ചുള്ള പരിപാടിയാണ് ഒരു ഭാഗത്ത്. പക്ഷേ അങ്ങനെ ഒരു ഒരു പെർസ്പെക്റ്റീവിലേക്ക് അവർ വരുന്നത് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത പ്രശ്നങ്ങളിൽ ഇതുപോലെ തന്നെ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ശബരിമലയെ ബന്ധപ്പെട്ട ഇഷ്യൂവിൽ UDFൻ്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പമായിരുന്നു, അവരുടെ കൂടെയായിരുന്നു. ആ അർത്ഥത്തിൽ ഇപ്പോൾ ശശികല ടീച്ചർ അതേ സമാന നിലപാട് സ്വീകരിക്കുന്നു വിചാരിച്ച് വിശ്വാസികളുടെ നമുക്ക് നിൽക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. വിശ്വാസികളുടെ കൂടെയാണ്. എന്നിട്ട് എന്താണ് CPM സ്വീകരിച്ച നിലപാട്? ഇവിടെ നിന്ന് കൊണ്ടുപോയി സ്ത്രീകളെ കൊണ്ടുപോയി ശബരിമല കൊണ്ടുപോയി അവിടെ പോരാട്ടം നയിച്ചു എന്നുള്ള വാർത്ത ഉണ്ടാക്കി. തെരുവിൽ ഫർദ ഇട്ട കുറേ ആളെ കൊണ്ട് സമരം വിളിപ്പിച്ചു. എന്നിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ഇപ്പം നിലപാട് മാറ്റി. അപ്പോൾ അന്ന് ഉണ്ടാവേണ്ടിയിരുന്നത് പരസ്പര ഛിദ്രതയാണ്. ഈ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ച ടീച്ചർക്ക് ഉണ്ടാവേണ്ടത് അവിടെയും ഛിദ്രതയാണ്. അപ്പോൾ സ്വാഭാവിക ഒരു ഛിദ്രത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേർ അതിൽ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പറയുന്നത് അതിലല്ലാത്തൊരു സ്പേസിലൊരു നേരോ സ്പേസിലൊരു കുറേ മനുഷ്യന്മാരുണ്ട്. അവരാണ് കേരളത്തിൻ്റെ മനസ്സ്. ആ മനസ്സിലെ ചേർത്ത് വെച്ചാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ കൂടെ അവരുടെ വിശ്വാസത്തെ ചേർത്ത് വെച്ച് അവരുടെ വിശ്വാസം കൂടെ നിർത്തി അതിൻ്റെ ഭാഗമായി എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു മടിയില്ല. ആ സ്പേസ് ഞങ്ങൾക്ക് വേണം. അതുകൊണ്ടുപോയി RSSന് കൊടുക്കുന്ന പണി SFIക്കാരൻ എടുക്കരുത്. ഏതായാലും ആ നിലപാടിൽ മാറ്റമില്ല, ഒരു മാറ്റവും. അത് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യ നിലപാടാണ്. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. അത് വായിച്ചും പഠിച്ചും അറിഞ്ഞും തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ, അനുഭവിച്ചും തിരിച്ചറിഞ്ഞവരാണ്. അതിനെ വർഗീയ കലാപം ഉണ്ടാക്കിയവർ, സംഘടന ഉണ്ടാക്കിയവർ, അങ്ങനെ കഥയുണ്ടാക്കി ആ കഥയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പതാകയുടെ കാലം ചക്രം തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വലയിൽ കൊണ്ടുപോയി തുള്ളൂല. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ അടിസ്ഥാനത്തിൽ വിശ്വാസികളുടെ കൂടെ തന്നെയാണ്. ഏതായാലും കേരള സ്റ്റോറിക്കെതിരെ കൂടുതൽ ക്രിയാത്മകമായ ക്യാമ്പയിനുമായി MSF മുൻപിലുണ്ടാവും. താങ്ക് യു. ഷുവർ. ഏതായാലും തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുകയാണ് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.